കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു സിലു ടോക്സ് സെൽഹ ചാനലിലെ സെൽഹയും ഭർത്താവും ഡിവോഴ്സ് ആയ എന്ന വാർത്ത. സെൽഹയും കുടുംബവും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു പണിത വീട്ടിൽ നിന്നും സെൽഹയും മക്കളും ഇറങ്ങുകയും ചെയ്തു. ഇപ്പോൾ മറ്റൊരു വീട്ടിലാണ് സെൽഹയും മക്കളും താമസിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സെൽഹയുടെ ഭർത്താവ് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങൾ ആഗ്രഹിച്ചു പണിത വീട് വിൽക്കാൻ പോവുകയാണ് എന്നാണ് സെൽഹയുടെ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത്. സെൽഹയോട് പലരും പറഞ്ഞ് തിരിച്ചുപോയി ഭർത്താവിനും മക്കൾക്കുമൊപ്പം സന്തോഷമായി ജീവിക്കണം എന്നാണ്. എന്നാൽ ആ വീട് തന്നെ ഭർത്താവ് വിൽക്കാൻ പോവുകയാണ്. സാമ്പത്തിക ബാധ്യതയാണ് കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് പേർക്ക് ചാരിറ്റിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത ഒരു കുടുംബമായിരുന്നു സെൽഹയുടേത്. ഈയൊരു വാർത്ത പ്രേക്ഷകരെ എല്ലാവരെയും ഒന്നടങ്കം ദുഃഖത്തിൽ ആഴ്ത്തുന്നതാണ്. ഹാങ്ങിങ് ഊഞ്ഞാലിൻ്റെയും മറ്റും ബിസിനസ് ഉണ്ടായിരുന്നു സെൽഹയുടെ ഭർത്താവിന്. മുൻപ് 12,000 രൂപ വരെ വിലയുണ്ടായിരുന്ന ഊഞ്ഞാലുകൾ ഇപ്പോൾ വെറും 4,000 രൂപയ്ക്ക് വിറ്റു തീർക്കുകയാണെന്നാണ് സെൽഹയുടെ ഭർത്താവ് പറയുന്നത്. അദ്ദേഹം തൻ്റെ പുതിയ ചാനലിലൂടെയാണ് ഇതൊക്കെ പറഞ്ഞത്. മുൻപ് തനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, അതിൽ പല വീഡിയോകളും ഇട്ടിട്ടുണ്ടായിരുന്നു എന്നും എന്നാൽ ആ ചാനൽ കൈകാര്യം ചെയ്തിരുന്നത് സെൽഹയാണെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ആ ചാനൽ തനിക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും അതുകൊണ്ട് സീറോയിൽ നിന്നാണ് ഞാൻ പുതിയ ചാനൽ തുടങ്ങുന്നത്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചാരിറ്റി വീഡിയോകൾ ഒക്കെ തന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ താൻ ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. പ്രവാസിയായിരുന്ന താൻ വീണ്ടും പ്രവാസ ലോകത്തേക്ക് തിരിച്ചു പോവുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രവാസത്തിൽ നിന്നും വളരെ ക്ഷീണിതനായാണ് അദ്ദേഹം നാട്ടിലെത്തിയത്. സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം നേട്ടമുണ്ടാക്കിയ ഒരു ഫാമിലിയായിരുന്നു. വളരെയധികം ധനമുണ്ടാക്കിയ ശേഷം വീണ്ടും അതെല്ലാം ബിസിനസ് ചെയ്ത് നഷ്ടത്തിലാക്കി. ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ തന്നെയായിരിക്കാം ഇവർ തമ്മിൽ ഒരു ഫൈറ്റുണ്ടായതും അത് ഡിവോഴ്സിലേക്ക് എത്തിയതും. ഇപ്പോൾ തൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള സാധനങ്ങൾ എല്ലാം കുറഞ്ഞ വിലയിൽ വിറ്റു തീർത്തിട്ട് അദ്ദേഹം വീണ്ടും തൻ്റെ പ്രവാസ ലോകത്തേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. എന്നാൽ ഈ കുടുംബത്തിൻ്റെ ആരാധകർ മുഴുവൻ പറയുന്നത് അദ്ദേഹത്തെ സഹായിക്കണമെന്നാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ ചാനൽ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംരംഭം വിജയിപ്പിച്ച് ഒരു ചാൻസ് കൂടി അദ്ദേഹത്തിന് നൽകണം. ആ യൂട്യൂബ് ചാനൽ സില്ലുവിൻ്റെ കയ്യിൽ നിന്നും തിരിച്ചു ചോദിക്കാനും കഴിയില്ല. കാരണം 5 മക്കളെയും കൊണ്ട് ജീവിക്കുന്ന സില്ലുവിനുള്ള ആകെ വരുമാന മാർഗം ആ യൂട്യൂബ് ചാനൽ മാത്രമാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചാനലാണെങ്കിൽ പോലും അതിപ്പോൾ സില്ലുവിൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ആർക്കും അത് തിരിച്ചു ചോദിക്കാനുള്ള ഒരു അവകാശവുമില്ല. ഒരുപക്ഷെ അദ്ദേഹത്തെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വരികയും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറി ഒരുപക്ഷെ ഒരുമിക്കുകയും ചെയ്യുമായിരിക്കും.